രണ്ട് കൂട്ടുകാരന്മാര് ഒന്നിച്ചാണ് ജിമ്മിൽ ചേർന്നത്. രണ്ടുപേരും ആഴ്ചയിൽ 6 ദിവസവും കറക്റ്റായി വർക്കൗട്ട് ചെയ്യും. രണ്ടുപേരുടെയും ഡയറ്റ് പ്ലാനും വർക്കൗട്ട് പ്ലാനും ഒക്കെ ഏകദേശം ഒന്നു തന്നെ. സെയിം കാര്യങ്ങൾ സെയിം രീതിയിൽ ഫോളോ ചെയ്യുന്നു. പക്ഷേ ഒരു 6 മാസം കഴിഞ്ഞപ്പോ ഒരാളുടെ ബോഡി കിടുവായി, നല്ല ഷേപ്പായി. മറ്റേയാളുടെ ബോഡി മാത്രം കാര്യമായിട്ട് അങ്ങോട്ട് മാറിയില്ല. ഇവർക്ക് രണ്ടുപേർക്കും ഈ വ്യത്യാസം വരാനുള്ള ഒരേയൊരു കാരണം, അതാണ് ടെസ്റ്റോസ്റ്റെറോൺ. നിങ്ങളുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റെറോൺ കുറവാണെങ്കിൽ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്തിട്ടും എത്ര ഡയറ്റ് നോക്കിയിട്ടും ഒരു പക്ഷേ ബോഡി പിടിക്കില്ല. അതേസമയം ടെസ്റ്റോസ്റ്റെറോൺ ലെവൽ കൂടുതലാണെങ്കിലോ നിങ്ങൾ നോർമൽ ഡയറ്റും നോർമൽ വർക്കൗട്ടും ചെയ്താൽ പോലും അടിപൊളിയായി മസിൽ കയറും. പലരും ഇഞ്ചക്ഷൻ എടുത്തും സ്റ്റിറോയിഡ്സ് ഉപയോഗിച്ചുമൊക്കെ ഈ ടെസ്റ്റോസ്റ്റെറോൺ കൂട്ടാറുണ്ട്. പക്ഷേ അതിന്റെ സൈഡ് എഫക്ട്സ് വളരെ വളരെ വലുതാണ്. അപ്പോ എങ്ങനെ നമുക്കിത് നാച്ചുറലായിട്ട് സ്വാഭാവികമായി ബൂസ്റ്റ് ചെയ്യാം, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സമയം കളയാതെ നമുക്ക് നേരെ ആദ്യത്തെ ടിപ്പിലേക്ക് പോകാം. ജിമ്മില് പലരും ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല. ഡെഡ് ലിഫ്റ്റ് കൃത്യമായി ചെയ്യുന്നത് മാത്രം മതി, നിങ്ങളുടെ ടെസ്റ്റോസ്റ്റെറോൺ നല്ല സ്പീഡിൽ കൂടും. നല്ല ഭാരമെടുത്ത് ചെയ്യുന്ന ഏത് വർക്കൗട്ടും ഇതിന് നല്ലതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ലൈറ്റ് വെയിറ്റ് എടുക്കുമ്പോൾ നമ്മുടെ മസിൽസിനെ ഒരു സ്റ്റിമുലസ് കിട്ടും. പക്ഷേ നമ്മൾ എപ്പോഴാണോ ഹെവി വെയിറ്റ് എടുത്ത് വർക്കൗട്ട് ചെയ്യുന്നത്, അപ്പോഴാണ് നമ്മുടെ ബോഡിയിൽ മസിൽ ഗ്രോത്തിന് ആവശ്യമായ ടെസ്റ്റോസ്റ്റെറോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും ഒരു 12 റെപ്പിറ്റീഷൻ ലൈറ്റ് വെയിറ്റിൽ അടിച്ചോ കുഴപ്പമില്ല. പക്ഷേ അതിനുശേഷം ഹെവി വെയിറ്റ് എടുത്ത് ഒരു 4-5 റെപ്പിറ്റീഷൻ എങ്കിലും നിർബന്ധമായും അടിക്കണം. നിങ്ങൾ ഹെവി വെയിറ്റ് എടുക്കുമ്പോൾ ടെസ്റ്റോസ്റ്റെറോൺ തനിയെ ബൂസ്റ്റ് ആവും. ഇനി നമ്മുടെ അടുത്ത ടിപ്പ്, നിങ്ങളുടെ മനസ്സിലെ സ്ട്രെസ് അഥവാ മാനസിക പിരിമുറുക്കം കുറച്ചാൽ മാത്രം മതി ടെസ്റ്റോസ്റ്റെറോൺ താനെ കൂടാൻ തുടങ്ങും. ഒരു റിസർച്ചിൽ പറയുന്നത്, ഒരാഴ്ചയിൽ 1 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് തലവേദന വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ബോഡി അത്രയധികം സ്ട്രെസ്സിലാണെന്നാണ്. ആലോചിച്ച് നോക്കൂ, പലരെയും നമ്മൾ കാണാറില്ലേ, സ്കൂളിൽ നിന്ന് വന്നാലും ഓഫീസിൽ നിന്ന് വന്നാലും കോളേജിൽ നിന്ന് വന്നാലും എപ്പോഴും തലവേദനയാണ് എന്ന് പറയും. അതിനർത്ഥം അവരുടെ ബോഡി ഓവർ സ്ട്രെസ്സിലാണ്. അങ്ങനെയുള്ളവരുടെ ടെസ്റ്റോസ്റ്റെറോൺ ലെവൽ വളരെ കുറവായിരിക്കും. ഈ സ്ട്രെസ് കുറയ്ക്കാൻ ഞാൻ അധികം സമയമൊന്നും പറയില്ല. വെറും 5 മിനിറ്റ് രാവിലെ എഴുന്നേറ്റ് ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുക. പിന്നെ ഒരു അടിപൊളി ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എപ്പോഴെങ്കിലും ഓഫീസിൽ നിന്നോ കോളേജിൽ നിന്നോ എവിടുന്നെങ്കിലും തലവേദനയുമായി വരികയാണെങ്കിൽ ഒന്നും ചെയ്യണ്ട, വെറും 2 മിനിറ്റ് നിങ്ങളുടെ കൈപ്പത്തി രണ്ടും 2 കണ്ണുകളുടെ മുകളിൽ വെച്ച് കണ്ണടച്ച് ശാന്തമായി ഒരിടത്തിരിക്കുക. ആ 2 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ സ്ട്രെസ് പമ്പ കടക്കും, ടെസ്റ്റോസ്റ്റെറോൺ ലെവലും കൂടും. ഇനി അടുത്ത ടിപ്പ്, നമുക്കെല്ലാവർക്കും അറിയാം ബോഡി ഉണ്ടാക്കാൻ പ്രോട്ടീൻ വേണമെന്ന്. എന്നാൽ ടെസ്റ്റോസ്റ്റെറോൺ കൂട്ടാനും നമ്മുടെ ഭക്ഷണത്തിൽ പ്രോട്ടീന്റെ അളവ് കൂടുതലായിരിക്കണം. ഞാനൊരു സിമ്പിൾ റൂള് പറഞ്ഞുതരാം. നിങ്ങൾ എപ്പോ ആഹാരം കഴിക്കുമ്പോഴും നിങ്ങളുടെ പ്ലേറ്റിനെ 3 ഭാഗിക്കുക. ആ 3-ൽ 1 ഭാഗം, അതായത് 3-ൽ 1 ഭാഗം നിർബന്ധമായും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമായിരിക്കണം. അത് ചിലപ്പോൾ പരിപ്പ് കറിയാകാം, ഹൈ പ്രോട്ടീനായ സോയാബീൻ, മുട്ട കഴിക്കുന്നവരാണെങ്കിൽ മുട്ട, അല്ലെങ്കിൽ ചിക്കൻ, പാല്, എന്തുമാകാം. നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണോ, 3-ൽ 1 ഭാഗം പ്രോട്ടീൻ ഉണ്ടായിരിക്കണം. ഉച്ചയ്ക്ക് കഴിക്കുമ്പോഴും അതെ, രാത്രി ഡിന്നർ കഴിക്കുമ്പോഴും ആ പ്ലേറ്റിലെ 1 ഭാഗം പ്രോട്ടീൻ ഉറപ്പുവരുത്തണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ മസിൽ ഗ്രോത്ത് സ്പീഡിൽ നടക്കൂ. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും നിങ്ങളുടെ മസിൽ ഗ്രോത്ത് നടക്കുന്നില്ലെങ്കിൽ അതിന് പ്രധാന കാരണം നിങ്ങളുടെ ഒരു മോശം ശീലമായിരിക്കാം. ഞാൻ ഈ പറഞ്ഞ മോശം ശീലം കാരണം ബുദ്ധിമുട്ടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അതായത് പോൺ കാണുന്ന ശീലമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മാസ്റ്റർബേഷൻ അഡിക്ഷനോ നിങ്ങൾക്ക് നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ, അത് നിങ്ങളുടെ ടെസ്റ്റോസ്റ്റെറോണിനെയും നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും നിങ്ങളുടെ മസിൽ ഗ്രോത്തിനെയും പൂർണ്ണമായി ഇല്ലാതാക്കും. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ശാസ്ത്രീയമായി പുറത്തുവരാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പവർഫുൾ പ്രോഗ്രാമാണ് സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാം. 6 വർഷത്തിലധികം അനുഭവ സമ്പത്ത് വച്ചും റിസർച്ചിലൂടെയും തയ്യാറാക്കിയ ഈ പ്രോഗ്രാം ഇതിനകം 3000-ലധികം ആളുകളുടെ ജീവിതം പൂർണ്ണമായും മാറ്റിമറിച്ചു. നിങ്ങൾക്കും ഈ അഡിക്ഷൻ ബ്രേക്ക് ചെയ്ത് നിങ്ങളുടെ യഥാർത്ഥ എനർജിയും പവറും ടെസ്റ്റോസ്റ്റെറോണും തിരികെ കൊണ്ടുവരണമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ അല്ലെങ്കിൽ
പിൻഡ് കമന്റിലെ ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യൂ. നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് തിരിച്ചുപിടിക്കാം. ഇനി നമ്മുടെ അവസാനത്തെ ടിപ്പിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനസ്സ് ശാന്തമായിരുന്നാൽ തന്നെ ബോഡിയിലെ പല ഫംഗ്ഷനുകളും നന്നായി നടക്കും, ടെസ്റ്റോസ്റ്റെറോൺ കൂടും. അതുകൊണ്ട് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾ ഒരു ചെറിയ കാര്യം ചെയ്യണം. ഇത് നിങ്ങളുടെ ടെസ്റ്റോസ്റ്റെറോൺ വളരെ വേഗത്തിൽ കൂട്ടാൻ സഹായിക്കും. പണ്ട് കാലത്ത് നമ്മുടെ പൂർവികർ ചെയ്തിരുന്ന ഒരു കാര്യമാണിത്. എന്താ ചെയ്യേണ്ടത്? രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ കാൽപാദം, അതായത് കാലിന്റെ അടിഭാഗം കുറച്ച് തണുത്ത വെള്ളത്തിൽ നന്നായി കഴുകണം. ഒരു 2 മിനിറ്റ് തണുത്ത വെള്ളത്തിൽ കാൽ മുക്കി വെക്കാൻ പറ്റിയാൽ വളരെ നല്ലത്. എന്തായാലും കാൽപാദം നന്നായി തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് വേണം ഉറങ്ങാൻ പോകാൻ. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ മൈൻഡിലെ സ്ട്രെസ് മുഴുവൻ പോകും, ദിവസത്തെ ക്ഷീണം മാറും, നിങ്ങളുടെ ബോഡിയിൽ ടെസ്റ്റോസ്റ്റെറോൺ ഉൽപാദനം കൂടും. ഇത് ടെസ്റ്റോസ്റ്റെറോൺ കൂട്ടാനുള്ള ഫലമുറപ്പുള്ള ഒരു വഴിയാണ്. ഇത് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ആഴത്തിലുള്ള ഉറക്കവും കിട്ടും. അപ്പോ ഫ്രണ്ട്സ്, ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നിങ്ങളുടെ ടെസ്റ്റോസ്റ്റെറോൺ ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. നന്ദി, നമസ്കാരം.